Hello friends, welcome back to another lesson of Remedy English Speaking Practice. Remedy English Speaking Practiceന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് 12 രീതിയിലുള്ള സെന്റൻസുകളാണ് നിർമ്മിക്കുക എന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ 10 തരം സെന്റൻസ് സ്ട്രക്ചേഴ്സ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇന്ന് 11ാമത്തെ സെന്റൻസ് സ്ട്രക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനാണ് ഇത്. ഇതിനകം 10 സെന്റൻസ് സ്ട്രക്ചേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അവൾ പാടുന്നു എന്ന് പറയുന്ന ഒരു മാതൃക സെന്റൻസ് വെച്ചാണ് നമ്മൾ ഇത്രയും സെന്റൻസുകൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒരു സെന്റൻസിനെ മാത്രം ഉദാഹരണമാക്കിയിട്ട് വിശദീകരിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാവാൻ വേണ്ടിയാണ്. കാരണം വ്യത്യസ്ത നിലവാരത്തിലുള്ള ആളുകൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ നിലവാരത്തിലുള്ള ആളുകൾക്ക് കാര്യങ്ങളെ പെട്ടെന്ന് ഗ്രഹിക്കാൻ വേണ്ടിയാണ് ഒരു ഉദാഹരണം എടുത്തുകൊണ്ട് ആദ്യ അവസാനം അതിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ചില ആളുകൾ അഭിപ്രായപ്പെട്ടത് വിവിധ തരം സെന്റൻസുകൾ, വ്യത്യസ്തമായ സെന്റൻസുകൾ ഉപയോഗിച്ചുകൂടെ എന്നുള്ളതാണ്. പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള സെന്റൻസുകളൊക്കെ ഇനി ഫ്യൂച്ചറിൽ വരുന്നേ ഉള്ളൂ. ശരിക്കും സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മൾ ആരംഭിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ലെവലാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ടും സെന്റൻസ് സ്ട്രക്ചേഴ്സിൻ്റെ ഫോർമേഷൻ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഏറ്റവും എളുപ്പത്തിൽ ഭാഷ പഠിക്കാനുള്ള ഒരു വഴിയാണ് ഞാനിപ്പോൾ പറഞ്ഞിരുന്നത്. സാധാരണ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഗ്രാമർ പഠിക്കണമെന്ന് ചോദിച്ചാൽ ഗ്രാമർ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നേറ്റീവ് സ്പീക്കേഴ്സൊന്നും ഗ്രാമർ പഠിച്ചിട്ടല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതുപോലെ നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുന്നത് പോലെ പരിശീലിച്ച് വരാനുള്ള ഒരു സാഹചര്യം നമുക്കിപ്പോൾ ഇല്ല. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ഒരു കുറുക്ക് വഴിയിലൂടെ വളരെ പെട്ടെന്ന് കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കഴിവ് ആർജിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ളൊരു കുറുക്ക് വഴി, അതിനുള്ളൊരു താക്കോലാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ തരുന്നത്. അതിനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി ആണിത്. അല്ലാതെ ഗ്രാമർ പഠിപ്പിക്കുന്ന ഒരു സെഷൻ അല്ല ഇത്. ഗ്രാമർ പഠിച്ചേ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റൂ എന്നില്ല. അപ്പോൾ ഇത് അത്തരത്തിലൊരു ഗ്രാമർ പഠനമായിട്ട് നിങ്ങൾ കാണണ്ട. എളുപ്പത്തിൽ ഇംഗ്ലീഷ് സ്വായത്തമാക്കാനുള്ള ഒരു കുറുക്ക് വഴിയായിട്ട് ഇതിനെ കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ കൂടുതൽ സെൻറ്റൻസുകളും കൂടുതൽ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിലുള്ള സംഭാഷണങ്ങളൊക്കെ നമ്മൾ ഫ്യൂച്ചറിൽ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ഒരേ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് സെൻറ്റൻസുകൾ വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അവൾ പാടുന്നു എന്ന് പറയുന്ന ഒരു സെൻറ്റൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യാവസാനം ഈ കാര്യങ്ങൾ വിശദീകരിക്കുക, അല്ലെങ്കിൽ ഇതുവരെ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സെൻറ്റൻസ് ഇതുവരെ നമ്മൾ എവിടെ എത്തി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. കാരണം 11ാമത്തെ സെൻറ്റൻസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ 10 സെൻറ്റൻസുകളെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അവൾ പാടുന്നു, അവൾ പാടുകയാണ്, അവൾ പാടിയിട്ടുണ്ട്, അവൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. അവൾ പാടി, അവൾ പാടുകയായിരുന്നു, അവൾ പാടിയിട്ടുണ്ടായിരുന്നു, അവൾ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾ പാടും, അവൾ പാടുകയായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അവൾ പാടുകയായിരിക്കുന്നവരെ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവൾ പാടിയിട്ടുണ്ടാകും. അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാനുള്ളതാണ്. അവൾ പാടിയിട്ടുണ്ടാകും. ഓക്കെ, അവൾ പാടുന്നു, ഷീ സിങ്സ്. അവൾ പാടുകയാണ്, ഷീ ഈസ് സിംഗിങ്. അവൾ പാടിയിട്ടുണ്ട്, ഷീ ഹാസ് സങ്. അവൾ പാടിക്കൊണ്ടിരിക്കുകയാണ്, ഷീ ഹാസ് ബീൻ സിംഗിങ്. അവൾ പാടി, ഷീ സാങ്. അവൾ പാടുകയായിരുന്നു, ഷീ വാസ് സിംഗിങ്. അവൾ പാടിയിട്ടുണ്ടായിരുന്നു, ഷീ ഹാഡ് സങ്. അവൾ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഷീ ഹാഡ് ബീൻ സിംഗിങ്. അവൾ പാടും, ഷീ വിൽ സിംഗ്. അവൾ പാടുകയായിരിക്കും, ഷീ വിൽ ബി സിംഗിങ്. ഇന്നതാ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു അവൾ പാടിയിട്ടുണ്ടാകും. ഇത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു സംഗതിയാണ്. നാളെ വൈകുന്നേരം അവൾ പാടിയിട്ടുണ്ടാകും. നാളെ വൈകുന്നേരം 5 മണിക്ക് അവൾ പാടിയിട്ടുണ്ടാകും. നാളെ ഈ സമയം ഞാൻ ഉറങ്ങിയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചറിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ടാകാവുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് പൊതുവേ 90% ഈ സെൻറ്റൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. എന്നാൽ അപൂർവമായിട്ട് ചിലപ്പോൾ ഞാൻ ഇതിന് മുമ്പത്തെ സെൻറ്റൻസ് സ്ട്രക്ചർ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ ഊഹിച്ച് പറയാൻ വേണ്ടി ഇപ്പോൾ അവൻ പോയിട്ടുണ്ടാകും, സംഭവം നടക്കുന്നത് ഇപ്പോഴാണ്, അവൻ പോയിട്ടുണ്ടാകും. അപ്പോൾ അത്തരം ചില സാഹചര്യങ്ങളിലും ഈ സെൻറ്റൻസ് പാറ്റേൺ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും മലയാളത്തിൽ നമ്മൾ ഈ പറയുന്ന അവൻ അല്ലെങ്കിൽ അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും എന്ന അർത്ഥത്തിൽ എവിടെ നമ്മൾ സെൻറ്റൻസുകൾ ഉപയോഗിക്കുന്നുണ്ടോ അവിടെയൊക്കെ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഈ സെൻറ്റൻസ് പാറ്റേൺ ഈ ഇംഗ്ലീഷിലും ഉപയോഗിക്കാം. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഈ സെൻറ്റൻസ് പാറ്റേൺ എടുക്കാം. അവൾ പാടിയിട്ടുണ്ടാകും. ഈ സെൻറ്റൻസ് നമുക്ക് ഇംഗ്ലീഷിലേക്ക് മാറ്റണം. അവൾ പാടിയിട്ടുണ്ടാകും എന്ന് പറയുന്ന ഈ 11ാമത്തെ സെൻറ്റൻസ് സ്ട്രക്ചർ പഠിക്കുമ്പോൾ ഓർക്കേണ്ടത് ഇവിടെ വിൽ എന്ന് പറയുന്ന ഫ്യൂച്ചറിൽ കോമൺ ആയിട്ടുള്ള ഓക്സിലറി വെർബ് ഉപയോഗിക്കണം, പ്ലസ് ഹാവ് ഉപയോഗിക്കണം. വിൽ ഹാവ്. അപ്പോൾ ഇതുപോലെ അവൾ പാടിയിട്ടുണ്ടാകും, അവൻ പോയിട്ടുണ്ടാവും,
ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാകും. ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ പറയുമ്പോൾ വിൽ ഹാവ് വെച്ചാണ് പറയേണ്ടത്. വിൽ ഹാവ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വെർബിൻ്റെ V3 രൂപം ഉപയോഗിക്കണം. V3 രൂപം എന്നുള്ളത് നിങ്ങൾ ഇതിന് മുമ്പത്തെ അധ്യായങ്ങൾ കണ്ടിട്ടാണ് ഈ അധ്യായത്തിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളോട് എന്താണ് ഈ V3 എന്നുള്ളത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അറിയാത്ത ആളുകൾ വീണ്ടും ആദ്യം മുതലുള്ള ലെസൺസ് കാണുക. ഓക്കെ, അപ്പോൾ വെർബിൻ്റെ മൂന്നാമത്തെ രൂപമാണ് ഹാവ് വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കുക. അപ്പോൾ വിൽ ഹാവ്. അപ്പോൾ ഇവിടെ അവൾ പാടിയിട്ടുണ്ടാകും. ഷീ വിൽ ഹാവ് സങ്. സിങ്ങിൻ്റെ സങ് എന്ന് പറയുന്ന ഫോമാണ് ഇവിടെ നമ്മൾ പറയുക. ഷീ വിൽ ഹാവ് സങ്. അവൾ പാടിയിട്ടുണ്ടാകും. അവൻ ചിരിച്ചിട്ടുണ്ടാകും. ഓക്കെ, നിങ്ങൾ തന്നെ സ്വയം പറയാൻ ശ്രമിക്കുക. അവൻ ചിരിച്ചിട്ടുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ മാതൃകയായിട്ട് ഏതാനും ചില സെൻറ്റൻസുകൾ മാത്രമേ ഇപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ. കൂടുതൽ സെൻറ്റൻസുകൾ നിങ്ങൾ സ്വയം ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ സ്വയം പരിശ്രമിക്കണം. കാരണം പരിശ്രമിക്കുക എന്നത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. ഓക്കെ, എന്തായാലും ഈ സെൻറ്റൻസ് അവൻ ചിരിച്ചിട്ടുണ്ടാകും. ഹി വിൽ ഹാവ് ലാഫ്ഡ്. ലാഫ് എന്ന് പറയുന്ന വെർബിൻ്റെ V3 രൂപം ലാഫ്ഡ്. അവൻ ചിരിച്ചിട്ടുണ്ടാകും. ഹി വിൽ ഹാവ് ലാഫ്ഡ്. അനിൽ വന്നിട്ടുണ്ടാകും. അനിൽ വിൽ ഹാവ് കം. ഞാൻ എഴുതിയിട്ടുണ്ടാകും. ഐ വിൽ ഹാവ് റിട്ടൺ. നീ കളിച്ചിട്ടുണ്ടാകും. യു വിൽ ഹാവ് പ്ലേഡ്. അവർ സംസാരിച്ചിട്ടുണ്ടാകും. ദേ വിൽ ഹാവ് ടോക്ഡ്. ഞങ്ങൾ പോയിട്ടുണ്ടാകും. വി വിൽ ഹാവ് ഗോൺ. അച്ഛൻ വിളിച്ചിട്ടുണ്ടാകും. ഫാദർ വിൽ ഹാവ് കോൾഡ്. പക്ഷി പറന്നിട്ടുണ്ടാകും. ബേർഡ് വിൽ ഹാവ് ഫ്ലോൺ. ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ. പട്ടി കുരച്ചിട്ടുണ്ടാകും. ഡോഗ് വിൽ ഹാവ് ബാർക്ഡ്. ഓക്കെ, അപ്പോൾ എത്ര ലളിതമാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പം ഞാൻ ഈ പറഞ്ഞ സെൻറ്റൻസുകളല്ലാതെ നിരവധിയായിട്ടുള്ള സെൻറ്റൻസുകൾ അവനോ അവളോ പട്ടിയോ പൂച്ചയോ നായോ എന്ത് വേണമെങ്കിലും ആവാം. അതുപോലെ വെർബുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെർബുകളാവാം. ഏറെക്കുറെ ഒരു മാതൃക വെർബുകൾ ഒരു 10-200 എണ്ണത്തെക്കുറിച്ച് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. അതിൻ്റെ ഇ ബുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും പരമാവധി പരിശീലിക്കുക. ഇനി നമുക്ക് ഈ സെൻറ്റൻസുകളെ എങ്ങനെ നെഗറ്റീവായിട്ട് പറയാമെന്നുള്ളത് നോക്കാം. അവൾ പാടിയിട്ടുണ്ടാകില്ല. ഷീ വിൽ നോട്ട് ഹാവ് സങ്. അതായത് ഷീ വോണ്ട് ഹാവ് സങ്. അവൻ ചിരിച്ചിട്ടുണ്ടാകില്ല. ഹി വോണ്ട് ഹാവ് ലാഫ്ഡ്. അനിൽ വന്നിട്ടുണ്ടാകില്ല. അനിൽ വോണ്ട് ഹാവ് കം. ഞാൻ എഴുതിയിട്ടുണ്ടാകില്ല. ഐ വോണ്ട് ഹാവ് റിട്ടൺ. നീ കളിച്ചിട്ടുണ്ടാകില്ല. യു വോണ്ട് ഹാവ് പ്ലേഡ്. അവർ സംസാരിച്ചിട്ടുണ്ടാകില്ല. ദേ വോണ്ട് ഹാവ് ടോക്ഡ്. ഞങ്ങൾ പോയിട്ടുണ്ടാകില്ല. വി വോണ്ട് ഹാവ് ഗോൺ. അച്ഛൻ വിളിച്ചിട്ടുണ്ടാകില്ല. ഫാദർ വോണ്ട് ഹാവ് കോൾഡ്. പക്ഷി പറന്നിട്ടുണ്ടാകില്ല. ബേർഡ് വോണ്ട് ഹാവ് ഫ്ലോൺ. പട്ടി കുരച്ചിട്ടുണ്ടാകില്ല. ഡോഗ് വോണ്ട് ഹാവ് ബാർക്ഡ്. ഓക്കെ, ഇപ്പോൾ സെൻറ്റൻസുകൾ നെഗറ്റീവായിട്ട് പറയാൻ പഠിച്ചിരിക്കുന്നു. ഇനി ഇവയെ നമുക്ക് ചോദ്യമായിട്ട് എങ്ങനെ ചോദിക്കാം എന്നുള്ളത് നോക്കാം. അവൾ പാടിയിട്ടുണ്ടാകുമോ? വിൽ ഷീ ഹാവ് സങ്? അവൻ ചിരിച്ചിട്ടുണ്ടാകുമോ? വിൽ ഹി ഹാവ് ലാഫ്ഡ്? അനിൽ വന്നിട്ടുണ്ടാകുമോ? വിൽ അനിൽ ഹാവ് കം? ഞാൻ എഴുതിയിട്ടുണ്ടാകുമോ? വിൽ ഐ ഹാവ് റിട്ടൺ? നീ കളിച്ചിട്ടുണ്ടാകുമോ? വിൽ യു ഹാവ് പ്ലേഡ്? അവർ സംസാരിച്ചിട്ടുണ്ടാകുമോ? വിൽ ദേ ഹാവ് ടോക്ഡ്? ഞങ്ങൾ പോയിട്ടുണ്ടാകുമോ? വിൽ വി ഹാവ് ഗോൺ? അച്ഛൻ വിളിച്ചിട്ടുണ്ടാകുമോ? വിൽ ഫാദർ ഹാവ് കോൾഡ്? പക്ഷി പറന്നിട്ടുണ്ടാകുമോ? വിൽ ബെഡ് ഹാവ് ഫ്ലോൺ? പട്ടി കുരച്ചിട്ടുണ്ടാകുമോ? വിൽ ഡോഗ് ഹാവ് ബാർക്ഡ്? ഓക്കെ,
ഇപ്പോൾ കാര്യങ്ങളെ ചോദ്യമായിട്ട് പറയാൻ പഠിച്ചു. ഇനി ഇതേ സെൻറ്റൻസുകളെ നെഗറ്റീവ് ചോദ്യമായിട്ട് എങ്ങനെ പറയാമെന്ന് നമ്മൾ നോക്കാം. അവൾ പാടിയിട്ടുണ്ടാകില്ലേ? എങ്ങനെ പറയാം? അവൾ പാടിയിട്ടുണ്ടാകില്ലേ. won't she have sung? അവൻ ചിരിച്ചിട്ടുണ്ടാകില്ലേ. won't he have laughed? അനിൽ വന്നിട്ടുണ്ടാകില്ലേ. won't അനിൽ have come? ഞാൻ എഴുതിയിട്ടുണ്ടാകില്ലേ. won't I have written? നീ കളിച്ചിട്ടുണ്ടാകില്ലേ. won't you have played? അവർ സംസാരിച്ചിട്ടുണ്ടാകില്ലേ. won't they have talked? ഞങ്ങൾ പോയിട്ടുണ്ടാകില്ലേ. won't we have gone? അച്ഛൻ വിളിച്ചിട്ടുണ്ടാകില്ലേ. won't father have called? പക്ഷി പറന്നിട്ടുണ്ടാകില്ലേ. won't bird have flown? പട്ടി കുരച്ചിട്ടുണ്ടാകില്ലേ. won't dog have barked? ഓക്കെ, ഇപ്പോൾ കാര്യങ്ങൾ നെഗറ്റീവ് ചോദ്യമായിട്ടും ചോദിക്കാൻ നമ്മൾ പഠിച്ചു. അങ്ങനെ 11 അടിസ്ഥാന സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് ഇംഗ്ലീഷിൽ പറയാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, പരമാവധി മോഡൽ സെൻറ്റൻസുകൾ നിങ്ങൾ സ്വയം ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ഇതിൻ്റെ ഒരു ഫ്ലുവൻസി എന്ന് പറയുന്ന സംഗതി നിങ്ങൾ ആർജിക്കാൻ ശ്രമിക്കുക. കൂടുതൽ ഫ്ലുവൻസി ആർജിക്കാനുള്ള ഒരു പ്രത്യേക ക്ലാസ് ഈ സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് ഡിസ്കസ് ചെയ്തതിൻ്റെ തൊട്ട് പുറകെയായിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ അധ്യായം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ദയവായിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പരമാവധി ഈ വീഡിയോ സീരീസ് പ്രൊമോട്ട് ചെയ്യുക. ഉദ്ദേശിച്ച ഒരു വ്യൂസ് പല വീഡിയോസിനും കിട്ടാത്തതുകൊണ്ടാണ് ക്ലാസ്സുകൾ ഡിലേ വരുന്നത്. നിങ്ങൾക്കറിയാം, യൂട്യൂബിലെ നിലനിൽപ്പ് എന്ന് പറയുന്നത് വ്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു വീഡിയോയ്ക്ക് നിശ്ചിത വ്യൂസ് ലഭിച്ചില്ല എങ്കിൽ നമുക്ക് തൊട്ടടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം പല വീഡിയോസും പിന്നീട് ശ്രദ്ധിക്കപ്പെടാതെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മിനിമം ഒരു 5000 വ്യൂസെങ്കിലും ഒരു വീഡിയോ ആകുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ വളരെ പെട്ടെന്ന് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് പരമാവധി വ്യൂസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സഹകരണം ആവശ്യമാണ്. എല്ലാ വീഡിയോസും ഷെയർ ചെയ്യുക. അതുപോലെ ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അതുപോലെ നിങ്ങളുടെ സംശയങ്ങളോ കമൻറ്റ് ബോക്സിലൂടെയോ അല്ലെങ്കിൽ മേൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പർ വഴിയൊക്കെ ചോദിക്കുക. പരമാവധി വാട്സപ്പ് നമ്പറുകളോട് സമയത്ത് പ്രതികരിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. അല്പം വൈകിയാണെങ്കിലും എല്ലാ ചോദ്യങ്ങളോടും പ്രതികരിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം. സീ യു, ബൈ ബൈ.